ഹായ് സുഹൃത്തുക്കളെ, SC ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ട്രെയിനിങ് ഇൻസ്ട്രക്ടർ പ്ലംബർ പരീക്ഷയുടെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി കഴിഞ്ഞ വർഷം 2025 വന്ന നോട്ടിഫിക്കേഷനാണ് നമ്മൾക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലംബർ ട്രേഡ് യോഗ്യതയുള്ള ആളുകളെ സംബന്ധിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷയായിരുന്നു. ഡിപ്ലോമയൊക്കെ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷയായിരുന്നു. അപ്പോൾ ആ ലെവലിലുള്ള ഒരു സിലബസും വന്നിട്ടുണ്ട്. സിലബസ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പ്രധാനമായിട്ട് SC ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും പുറത്തുനിന്നുള്ള ആളുകൾക്കും രണ്ട് കാറ്റഗറിക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷയായിരുന്നു. ഏതാണ്ട് 7000-ഓളം പേര് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പരീക്ഷാ തീയതി എന്നാണ്? ഏപ്രിൽ 10 തീയതിയാണ്. ഏപ്രിൽ 10 തീയതിയാണ് ഈ പരീക്ഷ നടക്കുന്നത്. ട്രെയിനിങ് ഇൻസ്ട്രക്ടർ പ്ലംബർ കാറ്റഗറി നമ്പർ 014/25 കഴിഞ്ഞ ജനുവരിയിൽ വന്ന നോട്ടിഫിക്കേഷൻ ആണ്. 014/25 ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ നിയമനം വരുന്നത്. ഇനി എന്താണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാനുള്ളത്? പ്ലംബർ ട്രേഡിന്റെ ഡിപ്ലോമ ലെവലിലുള്ള സിലബസ് ആണുള്ളത്. നമ്മൾ തൊട്ട് മുന്നേ KW മീറ്റർ റീഡർ ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഇതേ സിലബസ് വെച്ച് പഠിച്ചിട്ടുണ്ട്. എങ്കിലും ഒന്ന് ഓടിച്ച് പറയാം. സേഫ്റ്റി ആണ് ആദ്യത്തെ മൊഡ്യൂൾ. ഇമ്പോർട്ടൻറ്റ് ഓഫ് സേഫ്റ്റി, ജനറൽ പ്രിക്കോഷൻസ്, ദെൻ PPE ഇക്വിപ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 5 മാർക്കിനായിട്ടുണ്ട്. ദെൻ സെക്കൻഡ് മൊഡ്യൂൾ ക്യാരി ഔട്ട് കട്ടിംഗ് ഓഫ് പൈപ്സ് ഓഫ് ഡിഫറെന്റ് ഡയമീറ്റർ ഇൻ ഡിഫറെന്റ് ആംഗിൾ, അതുമായി ബന്ധപ്പെട്ട് ഗ്യാസ് വെൽഡിങ്, പൈപ്പ് വെൽഡിങ് തുടങ്ങിയ കാര്യങ്ങൾ, എന്താണ് സോൾഡറിങ്, ബ്രേസിങ്, 10 മാർക്കിന് അതുണ്ട്. മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ബ്രിക്സ്, ലൈം, സിമെന്റ്, അതുമായി മേസൺറിയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, RCC, കോഴ്സ് അഗ്രിഗേറ്റ്, ഗ്രേഡ്സ്, പ്ലംബിംഗ് സർവീസസ് എന്തൊക്കെയാണെന്നുള്ളത് 15 മാർക്ക് ആ മൊഡ്യൂളിലുണ്ട്. ദെൻ നാലാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ പൈപ്പ് ഫിറ്റിംഗ്സ്, ദെൻ പൈപ്പ് ജോയിൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. 10 മാർക്കിന് ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അഞ്ചാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ വാട്ടർ ആണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ടൈപ്സ് ഓഫ് വാട്ടർ, സോഴ്സസ് ഓഫ് വാട്ടർ, ഹാർഡ് ആൻഡ് സോഫ്റ്റ് വാട്ടർ, വാട്ടർ പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ് തുടങ്ങിയ വാട്ടർ ഹാമർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 5ാമത്തെ മൊഡ്യൂളിൽ 10 മാർക്കിന് നമുക്ക് പഠിക്കാറുണ്ട്. 6ാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ പ്ലംബേഴ്സ് മെറ്റീരിയൽസ്, വാട്ടർ സപ്ലൈ സിസ്റ്റം ഫോർ എ സ്മോൾ ടൗൺ, ടൈപ്സ് ഓഫ് പമ്പ്സ് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. 7ാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ഇൻസ്പെക്ഷൻ ചേംബർ, സെപ്റ്റിക് ടാങ്ക്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡ്രെയിൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് 10 മാർക്കുണ്ട്. 8ാമത്തെ മൊഡ്യൂളിലേക്ക് പോകുമ്പോൾ മെത്തേഡ് ഓഫ് ഡിസ്മാൻഡ്ലിംഗ് ആൻഡ് റിന്യൂവൽ ഓഫ് ദ വാൽവ്സ് ആൻഡ് പൈപ്സ്, ദെൻ ഇൻസ്റ്റലേഷൻ ഓഫ് വാട്ടർ മീറ്റർ, എയർ ലോക്ക്, ദെൻ ലീക്സ് ഇൻ പൈപ്സ് ആൻഡ് നോയിസസ് ഇൻ പ്ലംബിംഗ്, അത് 10 മാർക്കിനുണ്ട്. 9ാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ വൺ പൈപ്പ് സിസ്റ്റം, ഇതൊക്കെ ഡ്രെയിനേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞ 7ാമത്തെ മൊഡ്യൂളും 9ാമത്തെ മൊഡ്യൂളും ഒക്കെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഒറ്റ കമ്പൈൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ദെൻ ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ഹീറ്റിംഗ് സിസ്റ്റം, റെയിൻ വാട്ടർ കളക്ഷൻ സിസ്റ്റം ഒക്കെയാണ് ഈ പറഞ്ഞ ലാസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോളാർ വാട്ടർ സിസ്റ്റം പഠിക്കാനുണ്ട് 10 മാർക്ക്. അപ്പോൾ ഇതാണ് ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞതേ ഉള്ളൂ സിലബസ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് എക്സ്പ്ലനേഷൻ ഒക്കെ ഇതേ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാമെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതിനുള്ള കോഴ്സ് I+ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. I+ന്റെ കോഴ്സിൽ ഇപ്പോൾ വളരെ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് ഇപ്പോൾ എൻറോൾ ചെയ്യാം. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. നല്ലൊരു ജോലി നേടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.